ചന്ദ്രപക്ഷത്തേക്ക് സ്വാഗതം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ ബാക്ക് ബെഞ്ച് തേടി പോകാറുണ്ട്. പാഠങ്ങൾ പഠിക്കാത്തവർ, ഹോംവർക്ക് ചെയ്യാത്തവർ ഒക്കെ അവരുടെ വിചാരം പിന്നിൽ പോയി മറഞ്ഞിരുന്നാൽ അവരെ അധ്യാപകർ കാണില്ല എന്നോ ശ്രദ്ധയിൽപ്പെടില്ല എന്നോ ഒക്കെയാണ്. എന്നാൽ കൃത്യമായ അറ്റൻഡൻസ് രജിസ്റ്റർ വഴിയും അഡ്മിഷൻ രജിസ്റ്റർ വഴിയും ഒക്കെ തന്നെ അവരുടെ സാന്നിധ്യം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും. ഇവിടെ ജീവിക്കുന്ന ഒരാൾ പോലും ആകസ്മികമായിട്ടല്ല ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയണം. ഹാജർ ബുക്കും അഡ്മിഷൻ രജിസ്റ്ററും ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈ ജന്മം സിദ്ധിക്കാനും കാരണമായി പലതരം മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാവണം എന്നുറപ്പ്. ക്ലാസ്സിൽ എവിടെ ഇരുന്നാലും വിദ്യാർത്ഥിയുടെ പഠനവും സ്വഭാവവും വിലയിരുത്തപ്പെടുന്നത് പോലെ ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നാലും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവും ജീവിതശൈലിയും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ ഓരോരുത്തരുടെയും ജീവിതവും വിലപ്പെട്ടതാണെന്നും പ്രത്യേകതകൾ ഉള്ളതാണ് എന്നും മനസ്സിലാവും. നാടക സ്റ്റേജിൽ ഓരോ കഥാപാത്രങ്ങളും അവനവൻ്റെ റോൾ അറിഞ്ഞ് അവധാനതയോടെയാണ് അഭിനയിക്കുന്നത്. അവിടെ മറ്റാരെയും അനുകരിക്കുകയോ ഒന്നുമല്ല. സ്വന്തം റോളും സ്ക്രിപ്റ്റും മാത്രമാണ് അഭിനയത്തിന് ആധാരം. അതുപോലെ തന്നെ ജീവിതമാകുന്ന നാടകശാലയും. ഓരോ കഥാപാത്രവും, കഥയും സംഭാഷണവും തിരക്കഥയും എല്ലാം വ്യത്യസ്തം, മൗലികം. എല്ലാവരും സ്റ്റേജിന്റെ പ്രകാശത്തിൽ ഒളിവും മറയുമില്ലാതെ ആടി തിമർക്കുന്നു. കർട്ടൻ താഴുന്നതുവരെ മാത്രമേ കഥാപാത്രത്തിന് ജീവനുള്ളൂ. അത് കഴിഞ്ഞാൽ സാധാരണക്കാരനായി. നമുക്കും ഓരോ റോളുണ്ട് ജീവിതത്തിൽ. ആത്മാർത്ഥമായി അത് ജീവിക്കുക. അടക്കാനും ഒതുക്കാനും ഒന്നുമില്ല. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ സ്വീകാര്യനായിരിക്കണം എന്ന് മാത്രം. ഹരി ഓം.